Yes. This is beautiful girl. Yes. Yeah, it's wonderful. What is your name? Jasmine. I'm Paul. Jasmine? Oh. Yeah, it's beautiful. Yeah, she is. Yeah, fantastic. Thank All right. you. See you. Yeah. Bye. Nice to meet you, Paul. Bye. Bye. Thank you. നമസ്കാരം. ബിഗ് ബോസിലെ ഇഷ്ടജോഡികളാണ് ജാസ്മിനും ഗബ്രിയും. ജബ്രി എന്ന് പറയുന്ന ഒരു ഫാൻസ് തന്നെയുണ്ട്. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദത്തെ നിരവധി പേര് പ്രവചിക്കുകയുണ്ടായി. അവർ ബിഗ് ബോസിൽ ഇറങ്ങുന്നതോടുകൂടി ആ സൗഹൃദം നിൽക്കുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവരുടെ പ്രവചനങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അവരിപ്പോഴും സൗഹൃദത്തിലാണ്. അവരിപ്പോഴും നല്ല ഒരു റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു വർഷത്തെ സെലിബ്രേഷൻ, ഒരു വർഷത്തെ സൗഹൃദത്തിൻ്റെ സെലിബ്രേഷൻ നടത്തിയിരിക്കുന്നത് റഷ്യയിലാണ് എന്നുള്ളതാണ്. റഷ്യയിലെ മനോഹരമായ കാഴ്ചകൾ പകർത്തിക്കൊണ്ട് വളരെ വലിയൊരു ദൃശ്യാവിഷ്കാരമാണ് അവരിപ്പോൾ അവരുടെ വ്ലോഗ് വഴി നൽകുന്നത്, പ്രേക്ഷകർക്ക് നൽകുന്നത്. റഷ്യയുടെ കാഴ്ചകളുടെ കൂടെ തന്നെ ചില വിമർശനങ്ങളും ഇതിന് പിന്നാലെ ഉണ്ടാകുന്നുണ്ട്. കാരണം ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടി തീർത്തും ഒരു മതപരമായ ചട്ടക്കൂടിൽ വളർന്നൊരു പെൺകുട്ടിയാണ് ബിഗ് ബോസിൽ പോകുന്നത് വരേക്കും. എന്നാൽ ബിഗ് ബോസിൽ പോയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ജാസ്മിൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ റഷ്യയിലേക്ക് പോകുന്നത് ഈ ഒരു റംസാൻ മാസത്തിലാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു റംസാൻ വ്രതം ഒന്നും എടുക്കാതെ ജാസ്മിൻ ഇങ്ങനെ റഷ്യയിൽ പോകുന്നു എന്ന തരത്തിലുള്ള കമൻറ്റുകളൊക്കെ തന്നെ അവരുടെ വ്ലോഗിന് താഴെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് റഷ്യയിലെ ചില അനുഭവങ്ങളും ചില രസകരമായ നിമിഷങ്ങളും ഒക്കെയാണ് അതിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിലുണ്ടായ ഒരു ചെറിയ രസകരമായ സംഭവം എന്ന് വെച്ചാൽ റഷ്യയിലെ ഒരാൾ ജാസ്മിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങുകയും ജാസ്മിനെ വന്ന് നല്ലൊരു കോംപ്ലിമെൻറ്റ് കൊടുക്കുകയും ജാസ്മിൻ്റെ കൈകളിൽ മുത്തം നൽകുകയും ജാസ്മിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ജാസ്മിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗബ്രിയുടെ ഫേസ് എക്സ്പ്രഷനും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് Поехали кататься по Москве. English? Yeah. It's beautiful bus. It is. Thank you. India. India, namaste. Namaste. Where are you from? I'm from here. Yes. This is beautiful girl. Yes. Yeah, it's wonderful. What is your name? Jasmine. I'm Paul. Jasmine? Oh. Yeah, it's beautiful. Yeah, she is. Yeah, fantastic. All right. Thank See you. you. Yeah. Bye. Nice to meet you, Paul. Bye. Bye. Thank you. ഇവിടെ അങ്ങനെയൊക്കെയാണല്ലോ. അല്ല, കൈമ കിസ് ചെയ്യുന്നത് ലൈക്ക് യൂറോപ്യൻ സ്റ്റൈലിൽ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. വിഷ് ചെയ്യുന്നത് അങ്ങനെയാണ്. എനിക്കൊന്ന് അയാൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ സീബ്ര ക്രോസിന്റെ ഇവിടെ റെഡ് സ്ക്വയറിൽ വർക്ക് ചെയ്യണം. പുള്ളിട്ടാണ് ജാക്കറ്റ് റെഡ് സ്ക്വയറിലെ. ഞാൻ ആദ്യം വിചാരിച്ച ഇവിടെ ഇങ്ങനെ ഇവർക്ക് വഴക്ക് പറഞ്ഞത്. അത് ഞാൻ പിന്നെ അവിടെ പോകാന്ന് പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ടിൽ ഗബ്രിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. എനിക്ക് പിടിക്കില്ലായിക്കൊന്നുമില്ല. അവൻ എനിക്ക് ഷെയ്ക്കൻ തന്നില്ല. എനിക്ക് ഉമ്മെങ്കിലും തരണ്ടേ? ഞാൻ പറയില്ല, ഞാൻ എവിടെ പോയാലും ഒരാളെങ്കിലും എന്നോട് പറയും ബ്യൂട്ടിഫുൾ. എനിക്ക് അത് മതി എന്നൊക്കെ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ നോക്കിയിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം, ഇഷ്ടമുള്ള കാര്യം. ആദ്യമൊക്കെ ഗബ്രി ബിഗ് ബോസ് വെച്ചിട്ട് ഞാൻ ഒരുങ്ങുമ്പോഴേ എല്ലാം കഴിയുമ്പോൾ ഗബ്രിനോട് പറയും, ഓ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്ന് ഭംഗിയാ എന്ന് പറയും. ഇപ്പൊ ഗബ്രി അയാൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ജാസ്മിനെ കാണുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുകയാണ്. ആദ്യം ജാസ്മിൻ വിചാരിച്ചത് അയാൾ എന്തോ തെറി പറയുകയാണെന്നാണ്. അപ്പോൾ അവൾ വല്ലാതെ ഭയക്കുന്നുണ്ട്. അതിനുശേഷം അയാൾ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ഗേൾ, ഇവൾ നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണെന്നും പറഞ്ഞ് അയാൾ അവളുടെ കൈകൾ ചുംബിക്കുകയാണ്. ശേഷം ജാസ്മിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് കണ്ടു നിൽക്കുന്ന ഗബ്രിയുടെ മുഖം ഒക്കെ മാറുന്നുണ്ട്. പിന്നീട് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്, ഇയാൾ എന്താണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്, അയ്യോ അയാൾ എന്നെ കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനും വളരെയധികം എക്സൈറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് സാധാരണ യൂറോപ്യൻ കൺട്രിയിൽ കൈകളൊക്കെ ചുംബിക്കും, ഇതുപോലെ കെട്ടിപ്പിടിക്കാറില്ല എന്നുള്ളൊരു കമൻറ്റ് കൂടി ഗബ്രി പറയുന്നുണ്ട്. ആ ഒരു കമൻറ്റിൽ തന്നെ ഗബ്രിയുടെ ആ ചെറിയൊരു കുശുമ്പ് അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ തീർന്നില്ല കേട്ടോ, ഇയാൾ ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഇയാൾ വീണ്ടും ഇവരുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. ജാസ്മിൻ എത്രത്തോളം അയാൾക്ക് അട്രാക്റ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും വീണ്ടും അയാൾ ഇവരെ തേടി വരികയാണ് കേട്ടോ. അപ്പം അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ല, പിന്നെ അയാളെ കാണുമ്പോൾ എന്തായാലും ജാസ്മിന്റെ ചേർച്ചയുള്ളൊരു ലുക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരു ആശ്വാസം. ജാസ്മിൻ രണ്ടു കൂടെ കൊടുക്കും. പുള്ളി എന്നെ ഒരു മോളെ പോലെ ആളിങ്ങനെ ഞാൻ മേടിക്കണ്ട. ജാസ്മിൻ നല്ല സുഖമുണ്ട്. ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ വേണ്ടി കുഴപ്പമില്ല. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പുള്ളി മൈൻഡ് ഒന്നും ചെയ്യില്ല. YouTube? Yes. Namaste, Indian people. Welcome to Moscow. Thank you so much. Beautiful country, beautiful city. Welcome. You work for Red Square? Yeah, I work here.
come to me. ഗൈസ് നിങ്ങൾക്ക് പോളിന്റെ അടുത്ത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ റെഡ് സ്ക്വയറിൽ വരുമ്പോൾ നമ്മുടെ സ്വന്തം ആളാണ് പോൾ. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും യു ക്യാൻ കം ആൻഡ് മീറ്റ് പോൾ. ഹീൽ ഹെൽപ്പ് യു വിത്ത് എവറിഥിങ്. എന്റെ പേര് പറഞ്ഞാൽ മതി ഗൈസ്, എന്റെ കൂപ്പൺ കോഡ്. How many people you do? 5 in YouTube. She have 1.6 million. What? Wow. It's very, very. Yes. Huge. എന്നെ പറ. I have 140,000. You start? Yeah. Indian start? Yes, yes. Cinema start? No. Sync? No. Ah, എന്താ വേണ്ടത്? yeah. Good. It's very good. Thank you. Welcome. Okay, I go. Bye bye. Bye. ജാസ്മിൻ്റെ അടുത്തേക്ക് അവർ വീണ്ടും വരുന്നുണ്ട്. അവരോട് വീണ്ടും വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. യൂട്യൂബേഴ്സ് ആണെന്ന് മനസ്സിലാക്കുന്നു. യൂട്യൂബേഴ്സിൽ എത്ര ഫോളോവേഴ്സ് ആണെന്ന് അറിയുന്നു. അപ്പോൾ ജാസ്മിൻ്റെ ഫോളോവേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ അയാൾ ഞെട്ടുന്നുണ്ട്, അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു റഷ്യൻ വ്ളോഗ്, ഈ ഒരു റഷ്യയിലേക്ക് എത്തിച്ചേർന്ന പോലെ ഒരു ഒരു യാത്രാ വിവരണം പോലെയൊക്കെ തോന്നുന്ന ഒരു നല്ല ഒരു വ്ളോഗായിരുന്നു ഇത്. എന്നാൽ ഇതിൽ നിരവധി വിമർശനം നടത്തുന്നുണ്ട്. റംസാൻ മാസത്തിൽ ഇങ്ങനെയൊരു ടൂറ് പോയി അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നു, അപ്പോൾ ഇത്തരത്തിൽ വ്രതമൊന്നും ഇല്ലാതെ നടക്കുന്നു, ഒരു മുസ്ലിം പെൺകുട്ടിയുടെ രൂപത്തിലല്ല നടക്കുന്നത് എന്ന രീതിയിലുള്ള നിരവധി വിമർശനങ്ങൾ ജാസ്മിൻ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്